മന്ത്രിമാർക്ക് അഗ്നിപരീക്ഷയാണോ എന്നുള്ളതാണ് ചോദ്യം. ശക്തമായ പോരാട്ടം നടക്കുന്ന കൊട്ടാരക്കരയിൽ ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ ശക്തമായ മത്സരം നേരിടുന്നുവെന്നാണ് UDF കരുതുന്നത്. ഇടതുപാളയത്തിൽ നിന്ന് UDFിലെത്തിയ ഐഷ പോറ്റിയാണ് മണ്ഡലത്തിലെ മത്സരം കടുപ്പിച്ചത്. മണ്ഡലത്തിലെ NSS വോട്ടുകൾ ഇടത് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് UDFിന്റെ പ്രാഥമികമായ കണക്കുകൂട്ടൽ. 7000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച് കയറാൻ കഴിയുമെന്നാണ് UDFിന്റെ വിലയിരുത്തൽ. ഭൂരിപക്ഷം കുറഞ്ഞാലും മണ്ഡലം നിലനിർത്താമെന്ന് ഇടതുമുന്നണിയും പ്രതീക്ഷിക്കുന്ന മണ്ഡലമാണ്. കൊട്ടാരക്കരയിലേക്ക് എത്തിയാൽ കൊട്ടാരക്കരയുടെ വോട്ട് വഴികൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് നോക്കൂ. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFിനോടൊപ്പം നിന്ന മണ്ഡലം 46%, 42% അന്ന് LDFിനുണ്ടായിരുന്നത്. അതിനുശേഷം 2016 നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും LDFിനോടൊപ്പം പോകുന്ന 55%, അന്ന് 27% മാത്രമാണ് UDFിന്റെ ഡിക്ലൈൻ ഇവിടെ നിന്ന് കാണാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ UDFിന് വലിയ തോതിൽ വോട്ട് നഷ്ടപ്പെടുന്നുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥിരം കാണുന്ന പാറ്റേൺ ഇവിടെയും കാണാം. അവിടെ വീണ്ടും 2019 UDFിന്റെ മേൽക്കൈ. അവിടെ അപ്പോൾ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFിന് UDFിനോടൊപ്പം പിടിക്കാൻ കഴിഞ്ഞ മണ്ഡലമാണ് കൊട്ടാരക്കര. എന്നാൽ 2021 ആകുമ്പോഴേക്കും ഐഷ പോറ്റി പിടിച്ച അത്രയും പിടിച്ചില്ലെങ്കിൽ പോലും 2021 LDF 45%, 46% അടുത്ത വോട്ട് നേടുന്നുണ്ട്. UDF 38%, 39% വോട്ട് നേടുന്നുണ്ട്. ഏകദേശം 6-7% വോട്ട് ഡിഫറൻസ് ആണ് ഉണ്ടാവുന്നത്. പക്ഷെ ഓർമ്മിക്കേണ്ടത് 2016 UDF LDF വ്യത്യാസം 2021 നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ വോട്ട് ഡിഫറൻസ് യഥാർത്ഥത്തിൽ UDFിന് കൊടുക്കുന്ന കോൺഫിഡൻസ് ചെറുതല്ല. മാത്രമല്ല 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പോലും പക്ഷേ LDFിനാണ് അവിടെ ഒരു സ്ലൈറ്റ് എഡ്ജ് കാണാൻ സാധിക്കുന്നത്. പതിവിലും വിപരീതമായി LDFിന് 42% ലീഡ് കൊട്ടാരക്കര മണ്ഡലം കൊടുക്കുന്നുണ്ട്. ഇത് UDFിനെ സംബന്ധിച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. അതായത് സാക്ഷാൽ NK പ്രേമചന്ദ്രൻ മത്സരിക്കുമ്പോൾ പോലും കൊല്ലത്ത് മത്സരിക്കുമ്പോൾ പോലും കൊട്ടാരക്കരയിൽ നിന്ന് LDFിന് 42% ലീഡ് കിട്ടുന്നു. UDFിന് 39% ലീഡ് മാത്രമായിട്ട് ചുരുങ്ങുന്നു. NDA 15% ലീഡ് നിലനിർത്തുന്നു. ഇക്കുറി അവിടെ രശ്മിയെ കൂടി മത്സരത്തിലേക്ക് കൊണ്ടുവരികയും NSS എടുത്തിരിക്കുന്ന നിലപാട് കെ.എൻ. ബാലഗോപാലിനെതിരായി തീരുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നിലവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ട്രെൻഡ് അനുസരിച്ചാണെങ്കിൽ ഒരു 2-3% വ്യത്യാസം LDFിന് അനുകൂലമായിട്ടുണ്ട്. അവിടെ ഐഷ പോറ്റിയെ തന്നെ നിർത്തി മത്സരിച്ചാലും അവിടെ പ്രധാനമായിട്ടും ഉയർന്ന വികാരം ഇതാണ്. മന്ത്രി എന്ന നിലയിൽ കെ.എൻ. ബാലഗോപാലിനെതിരെ ആർക്കും ഒരു വിരുദ്ധ വികാരമില്ല. MLA എന്ന നിലയിൽ മണ്ഡലത്തിൽ കൊണ്ടുവന്നിരുന്ന വികസന പ്രവർത്തനങ്ങൾ ചെറുതല്ല. ഐഷ പോറ്റി ആണെങ്കിൽ ഒരൊറ്റ പോയിന്റിലാണ് ആദ്യം മത്സരരംഗത്തേക്ക് വരുന്നത്. പാർട്ടി തന്നെ പരിഗണിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ആ നരേറ്റീവിനെ പക്ഷേ വളരെ വേഗം പൊളിക്കാൻ ഇടതുമുന്നണിക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു UDF വേവ് ഉണ്ടാവുകയാണെങ്കിൽ കൊട്ടാരക്കര നഷ്ടപ്പെടുമെന്നുള്ളത് LDFും കരുതുന്നു. വിജയം എന്താണെങ്കിലും അത് നേരിയ മാർജിനിലായിരിക്കും എന്നുള്ളതാണ് ഇടതുമുന്നണിയുടെയും കണക്കുകൂട്ടൽ. സ്മൃതി, കൊട്ടാരക്കര മണ്ഡലത്തിൽ മത്സരം ടൈറ്റാണ്. അവസാന നിമിഷം NSS ക്യാമ്പ് കെ.എൻ. ബാലഗോപാലിനെതിരെ വരുന്നതൊക്കെ നമ്മൾ വാട്സപ്പ് ചാറ്റ് വഴി റിപ്പോർട്ടർ TV-യാണ് പുറത്തുവിട്ടത്. കൊട്ടാരക്കര മണ്ഡലത്തിൽ മാത്രം NSS എതിരായിട്ടൊരു നിലപാട് സ്വീകരിക്കുന്നു. അതിന്റെ കാരണം നേരിട്ട് കെ.എൻ. ബാലഗോപാലല്ല, കെ.എൻ. ബാലഗോപാലിന്റെ കുടുംബത്തിലുള്ള ഒരു അംഗത്തിനെതിരെയാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വികാരം ഉണ്ടാവുന്നത്. എന്നാൽ അത് ആ മണ്ഡലത്തിൽ വലിയ ചർച്ചയായിട്ട് മാറുകയും ഒരു ഗണ്യമായ വിഭാഗം വോട്ടുകൾ, 2000-3000 വോട്ടുകളെങ്കിലും NSSന്റെ ഭാഗത്ത് നിന്ന് ഐഷ പോറ്റിക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. മറുഭാഗത്തൊരു ക്യാമ്പയിൻ ശക്തമായി നടന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണെങ്കിൽ പോലും അത് വളരെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പിൽ. ആ അർത്ഥത്തിൽ ഒരു കടുത്ത മത്സരത്തെ നേരിടുന്നില്ലേ കെ.എൻ. ബാലഗോപാൽ? ഉറപ്പായിട്ടും കൊട്ടാരക്കര കൗതുകമാകുന്നത് UDFിലെ ആദ്യ വിസ്മയം വിജയിക്കുക എന്നുള്ളതാണ്. ആദ്യ വിസ്മയം എന്ന രൂപത്തിൽ നമ്മൾ ആദ്യം കാണുന്ന ഐഷ പോറ്റിയാണ്. അപ്പോൾ ഐഷ പോറ്റി ഒരു ചില്ലറക്കാരിയല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ ചന്ദ്രശേഖരൻ നായരും അച്യുതമേനോനും ഒക്കെ ജയിച്ച് മത്സരിച്ച മണ്ഡലമാണ്. അവിടേക്ക് ഐഷ പോറ്റി എത്തുമ്പോൾ ഐഷ പോറ്റിയെ ആദ്യം പരാജയപ്പെടുത്തിയ ആരെയാണ്? ബാലകൃഷ്ണപിള്ളയാണ്. അപ്പോൾ ബാലകൃഷ്ണപിള്ളയെ തോൽപ്പിക്കുന്നു. അതിനുശേഷം ഓരോ തവണയും ഭൂരിപക്ഷം ഉയർത്തിയ ആൾ കൂടിയാണ് ഐഷ പോറ്റി എന്നുള്ളതാണ്. 2006 12087 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഐഷ പോറ്റി ജയിക്കുന്നത്. പക്ഷേ 2011 N മുരളിയെ 20,000 പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിക്കുന്നത്. അതിനുശേഷം 2016 അത് 42,632 വോട്ടിന്റെ ഭൂരിപക്ഷമായി അത് ഉയരുകയാണ്. പക്ഷെ 2021 ഐഷ പോറ്റിക്ക് സീറ്റ് കൊടുത്തില്ല. അപ്പോൾ അങ്ങനെ അത്രയും വലിയ ഭൂരിപക്ഷം നേടിയ ഐഷ പോറ്റിക്ക് സീറ്റ് കൊടുക്കാതെ ബാലഗോപാലിന് കൊടുക്കുമ്പോൾ ബാലഗോപാലിന്റെ ഭൂരിപക്ഷം അതിൽ നിന്നും വളരെ കുറവാണ്. 10,814 വോട്ടിന് ഭൂരിപക്ഷമേ ഉള്ളൂ. അവിടെ ബാലഗോപാലിനെതിരെ തനിക്ക് സീറ്റ് ലഭിച്ചില്ല എന്നതടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, പാർട്ടിക്കെതിരായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഐഷ പോറ്റി ഒരു സമരപന്തലിൽ UDFിലേക്ക് എത്തുന്നത്.
അപ്പോൾ അത് അവിടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഐഷ പോറ്റി മണ്ഡലത്തിൽ സ്വീകാര്യമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ബാലഗോപാൽ ശരിയാണ്, നല്ല മന്ത്രിയാണ്, ട്രഷറി പൂട്ടാതെ സർക്കാരിനെ കൊണ്ടുപോയി എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകം അവിടെ നിൽക്കുന്നു. സൗമ്യനായ മന്ത്രിയാണ് എന്നുള്ള കാര്യം നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ മണ്ഡലത്തിലെ സാഹചര്യം അല്പം പരുങ്ങലിലാക്കുന്നു എന്നുള്ളതാണ്. ഈ ആത്മവിശ്വാസത്തിന്റെ ഘടകം പല ഘട്ടങ്ങളിൽ ഇങ്ങനെ ഏറ്റക്കുറച്ചിലും ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ആദ്യഘട്ടത്തിൽ ബാലഗോപാലിന് ആത്മവിശ്വാസം, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഐഷ പോറ്റി, അതിങ്ങനെ മാറി മാറി വരികയാണ്. ഏറ്റവും ഒടുവിലത്തെ സാഹചര്യമാണ് നമ്മൾ കേട്ട ഈ NSSൽ തന്നെ ഉണ്ടായിരിക്കുന്ന ആ ഒരു ഭിന്നിപ്പ് എന്നുള്ളത്. അത് എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളതും പ്രധാനമാണ്. ഈ വിസ്മയങ്ങളിൽ ഒരു ആദ്യത്തെ ആൾ എന്ന നിലയ്ക്കും ഐഷ പോറ്റി വിജയിക്കുകയാണെങ്കിൽ അതും ഒരു UDFന്റെ ആ ഒരു തന്ത്രം കൂടി വിജയിച്ചു എന്നൊരു വ്യാഖ്യാനത്തിൽ കൂടി അത് എത്തിക്കും എന്നുള്ളതാണ്. ഓക്കെ, വളരെ നാടകീയമായിട്ടായിരുന്നു ഐഷ പോറ്റിയുടെ എൻട്രി എന്ന് പറയുന്നത്. രാജ്ഭവനിലെ സമരത്തിലേക്ക് ഐഷ പോറ്റി, അതിന് മുമ്പ് ഐഷ പോറ്റിയുടെ നമ്മുടെ റിപ്പോർട്ടർ തന്നെ പലതവണ പോയി ചോദിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴൊന്നും ഐഷ പോറ്റി കാര്യങ്ങൾ പറയുന്നില്ല. ഐഷ പോറ്റിയുടെ ലോഞ്ചിങ് എന്നുള്ളത് വളരെ കൃത്യമായിട്ടാണ് UDF നടപ്പാക്കിയത്. ചില ഐഷ പോറ്റിക്ക് അവിടെ വ്യക്തിപരമായിട്ടുള്ള ചില ബന്ധങ്ങൾ കൂടിയുണ്ട്. പക്ഷേ LDFനോടൊപ്പം നിൽക്കുമ്പോഴല്ലേ ഐഷ പോറ്റിക്ക് ആ ബന്ധം ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞുള്ളൂ എന്ന ചോദ്യം പ്രസക്തമാണ്. മാത്രമല്ല, ഐഷ പോറ്റി ഒരൊറ്റ പോയിന്റിലാണ് ആദ്യം മുതലേ പ്രചരണം നയിച്ചത്. ആദ്യഘട്ടത്തിലൊക്കെ എന്താ പറഞ്ഞത്? എന്നെ പാർട്ടി അവഗണിച്ചു, അതുകൊണ്ട് പാർട്ടി വിട്ടു എന്നുള്ളതാണ്. ആ പ്രചരണത്തെ പക്ഷേ ഇടതുമുന്നണി ശക്തമായി നേരിട്ടു. പാർട്ടി അവർക്ക് കൊടുത്ത സ്ഥാനമാനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. പക്ഷെ പിന്നീടാണ് വികസന പ്രവർത്തനങ്ങളൊക്കെ ചർച്ചയായി വരുന്നതും NSS അവിടെ എടുത്തൊരു നിലപാട് വരുന്നതോടുകൂടിയാണ് ഐഷ പോറ്റിയ മണ്ഡലത്തിൽ കൂടുതൽ ആക്റ്റീവ് ആവുന്നതും, ആക്റ്റീവ് മോഡ് ആകുന്നത്. ഈ ഐഷ പോറ്റിയും KN ബാലഗോപാലും തമ്മിലുള്ള വലിയ വ്യത്യാസം എന്ന് പറയുന്നത്, KN ബാലഗോപാൽ നമ്മൾ പറയുന്നത് പോലെ കഴിഞ്ഞ തവണ മത്സരിച്ച KN ബാലഗോപാൽ അല്ല ഇത്തവണ എന്ന് പറയും. ഒരു സർക്കാരിൻ്റെ വേണമെങ്കിൽ വികസന പദ്ധതികളുടെ വലിയ സാമ്പത്തിക പ്രതിരോധം നടന്ന ഒരു കാലത്ത് അതിൻ്റെ ജീവനാഡിയായി പ്രവർത്തിച്ച ഒരു മന്ത്രിയാണ് KN ബാലഗോപാലൻ എന്ന് പറയുന്നത്. മാത്രമല്ല, ഈ മണ്ഡലത്തിൽ ഒരുപാട് വികസന പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KN ബാലഗോപാലിന് 12,000 വോട്ടാണ് കിട്ടിയത്. പക്ഷേ ഐഷ പോറ്റിക്ക് കിട്ടിയ ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. അതുതന്നെ ഐഷ പോറ്റി പാലം വലിച്ചതാണ് എന്ന തരത്തിലൊക്കെ തന്നെ പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചയായിരുന്നു. പാർട്ടിയുടെ അന്വേഷണം നടന്നിട്ടുണ്ട്. അന്ന് തുടങ്ങി ഈ മണ്ഡലം പിടിച്ചെടുത്തു എന്ന തരത്തിലാണ് ഐഷ പോറ്റി ഈ വിഷയങ്ങളെയൊക്കെ തന്നെ നേരിട്ടത്. പിന്നീട് പതുക്കെ UDFലേക്ക് കളം മാറി ചവിട്ടുന്നതാണ്. പക്ഷേ കൊല്ലത്തെ CPM-ഉം അതുപോലെ തന്നെ ഇടതുപക്ഷ അനുഭാവികളും ഒക്കെ തന്നെ ഒരു സീറ്റിന് വേണ്ടി ഐഷ പോറ്റി മറുകണ്ഠം ചാടി എന്ന നിലയിൽ ഈ ഒരു മാറ്റത്തെ വിലയിരുത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. അവിടെയാണ് KN ബാലഗോപാലിന് ഒരു അനുകൂല സാഹചര്യം ഞാൻ കാണുന്നത്. ഈ നായർ സമുദായത്തിൻ്റെ ചെറിയൊരു വിഭാഗം KN ബാലഗോപാലിനെതിരെ നിൽക്കാനൊക്കെ തീരുമാനമെടുത്തിട്ടുണ്ട്. അത് ആ നായർ വോട്ടുകളിൽ വലിയ പിളർപ്പുണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ വളരെ കൃത്യമായി CPM-ന് സ്വാധീനമുള്ള നായർ സമുദായ വിഭാഗങ്ങളൊക്കെ തന്നെ ഒറ്റക്കെട്ടാവുകയും അവിടെ KN ബാലഗോപാലിന് ഈ ഘട്ടത്തിൽ പിന്തുണ നൽകാനുള്ള തീരുമാനം ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എടുക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. അതുകൊണ്ട് ആ ഒരു ഫാക്ടറൊക്കെ അവിടെ മാനേജ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഐഷ പോറ്റിക്ക് ബാലകൃഷ്ണ പിള്ളയെ തറപറ്റിച്ച ആ ഒരു കരുത്ത് ഇപ്പോഴുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ബാലഗോപാൽ വലിയ ആകർഷണമായ പ്രസംഗമൊന്നും നടത്തുന്ന വ്യക്തിയൊന്നുമല്ല. പക്ഷെ വളരെ ലളിതമായി സംസാരിച്ചുകൊണ്ട് ഇതോ സാമ്പത്തിക ഉപരോധം സംസ്ഥാനത്തെ തകർക്കാൻ പോകുന്നു എന്ന നിലയിലൊന്നും ആവേശത്തോടെ പ്രസംഗിക്കില്ല. സാമ്പത്തിക ഉപരോധം വരുന്നു, പക്ഷെ നമ്മളതൊക്കെ അതെ അതെ ആ രീതിയിലൊക്കെ പ്രസംഗിച്ച് നേരിടുകയും ചെയ്തു. ഒരു തവണ പോലും ട്രഷറി ആ നിലയിലൊക്കെ പ്രസംഗിച്ച ആളുകളെ ആകർഷിക്കുന്ന വളരെ കറകളഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റ്. മാത്രമല്ല, കൊട്ടാരക്കരയെ മിനി IT ഹബ്ബാക്കി മാറ്റാൻ നടത്തിയ പ്രവർത്തനം, സോഹോ പോലുള്ള പദ്ധതികൾ കൊണ്ടുവരുന്നത്, വർക്ക് നിയർ ഹോം എന്ന് പറയുന്ന പദ്ധതി കൊണ്ടുവരുന്നത്, ഇതിൻ്റെയൊക്കെ തുടക്കം കൊട്ടാരക്കരയിൽ നിന്നാണ്. ഒരുപക്ഷെ ബാലകൃഷ്ണപിള്ള എങ്ങനെയാണോ കൊട്ടാരക്കരയെ നർച്ചർ ചെയ്തത്, ആ അർത്ഥത്തിൽ കൊട്ടാരക്കരയെ നർച്ചർ ചെയ്യാൻ ശ്രമിച്ചൊരു വ്യക്തിയാണ് KN ബാലഗോപാൽ എന്ന കാര്യത്തിൽ സംശയമില്ല. അതൊരു വലിയ നോക്കൂ, സംസ്ഥാനത്ത് മുഴുവൻ UDFന് അനുകൂലമായിട്ട് തദ്ദേശ വികാരം അലയടിക്കുമ്പോൾ ഈ മണ്ഡലത്തിൽ LDFന് നാമമാത്രമാണെങ്കിലും ലീഡ് നിലനിർത്താൻ പറ്റിയിട്ടുണ്ട്. 144 വോട്ടിന്റെ ലീഡുണ്ട്. 60,000-ലധികം വോട്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് 3,000-ലധികം വോട്ട്. നോക്കൂ, കേരളം മുഴുവൻ ആഞ്ഞടിക്കുമ്പോഴും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 11,307 വോട്ടിന്റെ ലീഡ് LDFനുണ്ട് കൊട്ടാരക്കരയിൽ. ഇതൊരു ചെറിയ കഥയല്ല അത്. അപ്പൊ ആ അർത്ഥത്തിൽ KN ബാലഗോപാലിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. അതിൽ ഐഷ പോറ്റി മത്സരിക്കുന്നു എന്നുള്ളത് നെഞ്ചിടിപ്പുണ്ടാക്കുന്നില്ലെങ്കിലും ജയിച്ചു കയറാവുന്നതല്ലേ ഉള്ളൂ. അല്ല, ഞാൻ വിചാരിക്കുന്നത് കേരളത്തിൽ UDF അനുകൂലമായ ഒരു വലിയ തരംഗം ഉണ്ടായാൽ പോലും ബാധിക്കാത്തൊരു മണ്ഡലമാണ് കൊട്ടാരക്കര എന്നുള്ളതാണ്. 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് RSB എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം UDFന്റെ കാൻഡിഡേറ്റ് ആണ്. ആ UDFന്റെ കാൻഡിഡേറ്റ്
BJP-യിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വോട്ട് ചോർച്ചയുണ്ട്. കാരണം അവർ വർക്ക് ചെയ്ത് പോയിരുന്ന ശൈലി എന്ന് പറയുന്നത് UDF-ന് അനുകൂലമായിട്ട് അവർ സ്ഥാനാർത്ഥിയാവും. 58,000 വോട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പം അത്രയും വോട്ട് UDF-ന് അനുകൂലമായി വിട്ടു ഇപ്രാവശ്യം മത്സരിക്കാം എന്ന് വിചാരിച്ചിരുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് BJP-യിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതൊരിക്കലും ആയിഷ പോറ്റി വരുമ്പോൾ UDF കണക്കൂട്ടുന്നില്ല. ഇങ്ങനെയൊരു BJP-യിലേക്ക് ആർ രശ്മി പോകും എന്നുള്ളൊരു കാഴ്ചപ്പാട് UDF-ന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ആയിഷ പോറ്റി CPM-ൽ നിന്നും കോൺഗ്രസിലേക്ക് വരുന്നതും ആർ രശ്മി കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് പോയതും അനുകൂലമാകാൻ പോകുന്നത് ഈ പറഞ്ഞ ബാലഗോപാലിനാണ് എന്നുള്ളതാണ്. അപ്പം ശക്തമായ മത്സരം നടന്നാൽ പോലും ഏത് UDF-ന് അനുകൂലമായി ഒരു കൊടുങ്കാറ്റ് വീശിയാൽ പോലും ഒന്നും സംഭവിക്കാത്തൊരു മണ്ഡലമായി ഈ പറയുന്ന കൊട്ടാരക്കര മാറി എന്നുള്ളതാണ്. അപ്പം തുടക്ക സമയങ്ങളിൽ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ തുടക്ക സമയങ്ങളിൽ ശക്തമായ ഒരു മത്സരം നടക്കുന്ന ഒരു സ്ഥലമാണ് കൊട്ടാരക്കര എന്ന് പറയുന്ന സമയത്ത് പോലും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഈ പറഞ്ഞ ആർ രശ്മിയുടെ BJP-യിലേക്ക് പോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് സംഭവിക്കുക? ഈ പിന്നെ ആയിഷ പോറ്റി LDF-ൽ നിന്ന് പോകുമ്പോൾ അവിടെ പിന്നെ ഒന്നും ആയിഷ പോറ്റിക്ക് ചെയ്യാൻ കഴിയത്തില്ല. ആയിഷ പോറ്റി LDF-ൽ നിൽക്കുകയാണെങ്കിൽ പാലം വലിക്കലും വോട്ട് ചോർച്ചയൊക്കെ നടക്കുകയുള്ളൂ. കാരണം പിന്നെ ഈ പറഞ്ഞ ബാലഗോപാലിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. LDF-ൽ നിന്ന് പോയ ആയിഷ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം എന്തിനു വേണ്ടിയുള്ള സ്ഥാനമാനങ്ങൾ ലഭിക്കാത്തത് കൊണ്ട് മാത്രം. കാരണം ഇത്രയും 15 വർഷം MLA ആയിരുന്ന ഒരാൾ CPM ഇടതുപക്ഷത്തിൽ നിന്നിട്ട് MLA ആയിരുന്ന ഒരാൾ ആ സ്ഥാനം കിട്ടാത്തതുകൊണ്ട് UDF-ലേക്ക് പോയി എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്കെതിരെ ശക്തമായ പാർട്ടികൾ അവിടെ പാർട്ടി കേഡർ വോട്ടുകളാണല്ലോ. 60% ഹിന്ദു വോട്ടുള്ള സ്ഥലമാണ് അവിടെ. അപ്പോൾ അവിടെ പാർട്ടി കേഡർ വോട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ആ പാർട്ടി കേഡറിലുള്ള വോട്ട് സ്ഥലം. അതുകൊണ്ടാണ് അരുൺ സാർ നേരത്തെ പറഞ്ഞാൽ പാർലമെന്റ് ഇലക്ഷനിലും കൊടുങ്കാറ്റ് വീശിയ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഒന്നും കൊട്ടാരക്കരയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പം ഇവിടെയും കൊട്ടാരക്കരയ്ക്ക് ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ഞാൻ വിചാരിക്കുന്നത് ചിലപ്പോൾ ഒരു പരിധിവരെ ചിലപ്പോൾ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടാൻ വരെ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കാരണം നേരെ സ്പ്ലിറ്റ് ആവും എന്നാണ്. കോൺഗ്രസിൻ്റെ വോട്ട് എന്തായാലും കുറച്ച് വോട്ട് ഏറ്റവും കുറഞ്ഞൊരു 10,000 വോട്ടിന് മേലെയെങ്കിലും രശ്മി കൊണ്ടുപോകും. ഒരു ഡൗട്ട് വേണ്ട. ഈ 15,000 വോട്ട് അല്ല BJP കൊണ്ട് ഈ 15,000 വോട്ട് ആയിഷ പോറ്റിക്ക് CPM-ൽ നിന്ന് കൊണ്ടുവരാനും കഴിയത്തില്ല എന്നുള്ളതാണ്. മാത്രമല്ല അവിടെ ഒരു പ്രധാനപ്പെട്ട ഘടകമുള്ളത് ആ മണ്ഡലത്തിൽ ചർച്ച ചെയ്യുന്നത് എന്തെന്നറിയുമോ? ഒന്ന്, കോൺഗ്രസിൽ നിന്ന് രശ്മി BJP-യിലേക്ക് പോകുന്നു, മറുകണ്ഠം ചാടുന്നു. മറ്റൊരാൾ CPM-ൽ നിന്ന് കോൺഗ്രസിലേക്ക് വരുന്നു. ഇവർ രണ്ടുപേരും പോയതിന് യഥാർത്ഥത്തിൽ ന്യായീകരണമില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് ആ പാർട്ടിയിൽ നിന്ന് നിങ്ങൾ എന്തുകൊണ്ട് കോൺഗ്രസിലേക്ക് വന്നു? കോൺഗ്രസിന്റെ ആശയത്തിൽ ആകർഷകമായിട്ടൊന്നുമല്ല. ആദ്യം തന്നെ ആയിഷ പോറ്റി ലോഞ്ച് ചെയ്യുമ്പോൾ പറയുന്നത് എന്നെ പാർട്ടി അവഗണിച്ചു എന്നുള്ളതാണ്. ആ നറേറ്റീവ് യഥാർത്ഥത്തിൽ അവിടെ ദോഷം ചെയ്തിട്ടുണ്ട്. കാര്യം മണ്ഡലത്തിൽ ചർച്ച ചെയ്യുന്നത് അവർ രണ്ടുപേരും മറ്റേ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയവരല്ലേ എന്ന മട്ടിലുള്ള ചർച്ച മണ്ഡലത്തിലുണ്ട്. പക്ഷേ NSSന്റെ വോട്ട് നിർണായകമാണ്. നമ്മൾ എത്രയൊക്കെ അവഗണിക്കാൻ ശ്രമിച്ചാലും ആ മണ്ഡലത്തിൽ അതിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു സാറേ. ആ NSSന്റെ വോട്ടും ആയിഷ പോറ്റിക്ക് മാത്രമായി പൊളിയാൻ പോകുന്നില്ല. അതും രശ്മിക്ക് അനുകൂലമായിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ തന്നെയാണ് അതിലേക്ക് വാട്സപ്പ് ചാറ്റ് വരുന്നത്. നമ്മൾ എല്ലാ മണ്ഡലങ്ങളിലും NSS ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് ഒരു നിലപാടാണല്ലോ, അങ്ങനെ ഒരു നിലപാട് നമ്മൾ എടുത്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പോഴും ഈ മണ്ഡലത്തിൽ ഇങ്ങനെയാണ് ഒരു നിലപാടെടുത്തതെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആർക്ക് വോട്ട് കൊടുക്കണമെന്ന് പറയുന്നില്ല, പക്ഷേ അത് KN ബാലഗോപാലിന് അനുകൂലമായിട്ട് കൊടുക്കരുതെന്നേ പറയുന്നുള്ളൂ. അതിൽ ചില വോട്ടുകൾ രശ്മിക്കും ആയിഷ പോറ്റിക്കുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. കടുത്ത മത്സരമാണ് എന്നുള്ളതാണ് UDF ഇപ്പോഴും കരുതുന്നത്. അതിൽ ഏറ്റവും വലിയ കോൺഫിഡൻസ് 2014 ആയിഷ പോറ്റി നേടിയ ആ വലിയ വോട്ടിന്റെ ഭൂരിപക്ഷം തന്നെയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇനി അടുത്തത് ഏറ്റുമാനൂർ മണ്ഡലത്തിലേക്ക് പോകണം. ഏറ്റുമാനൂർ മണ്ഡലത്തിൽ മന്ത്രി VN വാസവൻ കടുത്ത മത്സരം നേരിടുന്നു എന്നതാണ് UDF കരുതുന്നത്.